ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാഷൻ ഫ്രൂട്ട് പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. മിക്ക വീടുകളിലും പാഷൻ ഫ്രൂട്ട് ഉണ്ടാകും. അപ്പോൾ എന്താ ചെയ്യുക, അധികം ആളുകളും ജ്യൂസ് അടിച്ച് കുടിക്കും, ഇല്ലെങ്കിൽ വെറുതെ കഴിക്കും. ഇന്ന് നമുക്ക് പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് എങ്ങനെയാണ് പച്ചടി തയ്യാറാക്കുന്നത് നോക്കാം. ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ മുഴുവനായിരുന്ന് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അധികം ആളുകൾക്കും ചിലപ്പോൾ അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ആദ്യം നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 പച്ചമുളക്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവ് കൂടുതൽ എടുക്കാം. പിന്നെ തേങ്ങ ചിരവിയത് ഇവിടെ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെയൊക്കെ എടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പാഷൻ ഫ്രൂട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പാഷൻ ഫ്രൂട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇവിടെ ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികമൊന്നും വേണ്ട, 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ മധുരം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പാഷൻ ഫ്രൂട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. വലിയ വേവൊന്നും ഇല്ലാത്തത് കാരണം അധിക സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരച്ച തേങ്ങാക്കൂട്ടി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ തേങ്ങയുടെയൊക്കെ റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ ഇവിടെ ചൂടായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ എത്ര പഴുത്ത പാഷൻ ഫ്രൂട്ട് ആണെന്ന് പറഞ്ഞാലും പുളി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ തൈര് ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതുപോലെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം കടുക് താളിച്ചതിന് ശേഷം. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ മതിയാവും തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കടുക് താളിച്ചെടുക്കണം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2-3 വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് കടുക് താളിച്ചെടുക്കാം. കടുക് താളിച്ചത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പാഷൻ ഫ്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2-3 പാഷൻ ഫ്രൂട്ട് ഉണ്ടായാലും നമുക്ക് ചെറിയ രീതിയിലൊക്കെ പച്ചടി തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുകയും വേണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്